സുപ്രീം കോടതി അഭിഭാഷകൻ എം.ആർ. അഭിലാഷ് പ്രമുഖ ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെയായി കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ വൻ നിയമ പോരാട്ടത്തിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. KSRTC ഡ്രൈവർ മേയർ തർക്കം, ആര്യ അടക്കമുള്ളവർക്കെതിരായ യദുവിന്റെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ, MLA സച്ചിൻ ദേവ്, കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. നേരത്തെ നിയമവിദഗ്ധർ അടിവരയിട്ട് പറഞ്ഞിരുന്നു, വലിയ നിയമക്കുരുക്കുകൾ ഉണ്ടാകും. നിയമം തെറ്റിച്ചത് ആര് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. KSRTC ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ നിയമ നടപടിയുമായി ഡ്രൈവർ യദു മുന്നോട്ട് തന്നെ. മേയർ ആര്യ രാജേന്ദ്രൻ, MLA സച്ചിൻ ദേവ്, കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 3 യദുവിന്റെ പരാതി സ്വീകരിച്ചത്. കേസ് ഈ മാസം 6 പരിഗണിക്കും. മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസ് എടുത്തിട്ടില്ല. മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. സീബ്ര ലൈനിൽ കാറിട്ട ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് യദുവിന്റെ പരാതി. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നും യദുവിന്റെ പരാതിയിൽ പറയുന്നു. മാത്രവുമല്ല, യദുവിനെതിരെ പുതിയ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിലും യദു അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇത്ര ദിവസം പലർക്കും പരാതിയില്ലായിരുന്നു. പുതിയ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് നടിയുടെ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഡ്രൈവർ യദു രംഗത്ത് വന്നിരുന്നു. നടി റോഷ്ന ആൻഡ്രോയുടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടും KSRTC ഡ്രൈവർ യദു വന്നതും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കി. നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്റെ ഓർമ്മയിലില്ലെന്നും ഇത്ര ദിവസം ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതെന്നും യദു പറഞ്ഞു. പുതിയ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇനിയും ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നടി റോഷ്നയ്ക്കെതിരെ വക്കീലുമായി കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും യദു വ്യക്തമാക്കിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കത്തിലേർപ്പെട്ട സംഭവത്തിൽ അന്നേ ദിവസം ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ പിൻസീറ്റിലായിരുന്നുവെന്നും താനൊന്നും കണ്ടില്ലെന്നുമായിരുന്നു കണ്ടക്ടറുടെ മൊഴി. എന്നാൽ കണ്ടക്ടർ തനിക്കൊപ്പം മുൻവശത്താണ് ഇരുന്നതെന്ന് യദു പറയുന്നു. സച്ചിൻ ദേവ് MLA വന്നപ്പോൾ സഖാവേ ഇരിക്കൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കൊടുത്തു. കണ്ട കാര്യമാണ് പറയുന്നത്. കണ്ടക്ടറുടെ മൊഴി അനുകൂലമാണെന്നും യദു കൂട്ടിച്ചേർത്തു.